വളരെ പാടുപെട്ടാണ് ഗോവിന്ദച്ചാമിയെ കിണറിന് പുറത്ത് എത്തിക്കുന്നത്. ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ നാട്ടുകാരിൽ ചിലർ ഗോവിന്ദച്ചാമിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് പോലീസ് തടയുകയും ചെയ്യുന്നുണ്ട്. സുനിൽ ഐസക് ചെറിയാണ്. സുനിൽ, ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത്? ഹലോ 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 സുനിൽ, ഗോവിന്ദച്ചാമിയെ ഇപ്പോൾ എവിടെയാണ് എത്തിച്ചിട്ടുള്ളത്? ഗോവിന്ദച്ചാമി ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതായത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് ജയിൽ ചാടി എന്നുള്ള കേസ്. പോലീസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അല്പസമയം മുമ്പ് ഗോവിന്ദച്ചാമിയെ പിടികൂടിയ ഉടൻ തന്നെ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അയാളിപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണ് ഉള്ളത്. അവിടെ നിന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ കോടതിയിലേക്ക് ഹാജരാക്കും. അത്തരം കാര്യങ്ങളാണ് ഇനി നടക്കേണ്ടത്. അത്തരം നടപടിക്രമങ്ങളാണ് ഇന്ന് നടക്കേണ്ടത്. അതിനു മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ള ആളുകൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് അറിയിക്കുന്നത്. അവിടെ ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പോയി അടക്കമുള്ള നേതാക്കൾ അനുസരിക്കണം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അവരിപ്പോൾ ഗോവിന്ദച്ചാമിയെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കുക. നിലവിൽ ഇയാൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലാണുള്ളത്. അവിടെയാണ് ഇപ്പോൾ ഗോവിന്ദച്ചാമിയെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മറ്റു നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്? ഗോവിന്ദച്ചാമിയെ ആ കേസിൽ ഇനി ചോദ്യം ചെയ്യണം. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് നീങ്ങുമായിരിക്കും അല്ലേ? അതായത് ഈ കേസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയെന്ന വിവരം 7:10 പോലീസിനെ ഔദ്യോഗികമായി ജയിൽ അധികൃതർ അറിയിക്കുന്നത്. ഇതേ തുടർന്ന് തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ജയിൽ ചാടി എന്ന തരത്തിലുള്ള FIR തന്നെ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIRലുള്ള തുടർ നടപടികളാണ് ഇനി വരും മണിക്കൂറിൽ നടക്കേണ്ടത്. അതായത് ജയിൽ ചാടി ഏതാണ്ട് 7.5 മണിക്കൂറിന് ശേഷം അയാളെ പോലീസ് പിടികൂടുന്നു. 7.5 മണിക്കൂറിന് ശേഷം അയാളെ പോലീസ് പിടികൂടുന്നു. അതിനുശേഷമാണ് ഇയാളെ പിടികൂടി നാട്ടുകാരും പോലീസും ചേർന്നാണ് പിടികൂടുന്നത്. അതിനുശേഷം ഇപ്പോൾ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ടൗൺ സ്റ്റേഷനോട് തൊട്ടപ്പുറത്ത് ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസുണ്ട്. അവിടെയാണ് ഗോവിന്ദച്ചാമി ഉള്ളതെന്നാണ് നമുക്ക് പോലീസിന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മറ്റും ലഭിക്കുന്ന വിവരം. എന്തായാലും അവിടെ വെച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം മാത്രമേ അയാളെ പോലീസ് കോടതിയിൽ ഹാജരാക്കൂ. കോടതിയിൽ ഹാജരാക്കി അവിടെ നിന്ന് റിമാൻഡ് ചെയ്ത് വീണ്ടും ഈ കേസിൽ വീണ്ടും കോടതി നടപടികൾ അയാൾ നേരിടേണ്ടി വരും. അതിനുശേഷമാണ് അയാളെ റിമാൻഡ് ചെയ്ത് വീണ്ടും ജയിലിലേക്ക് തന്നെ അയക്കും. അതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ. അത് അല്പസമയത്തുള്ളിൽ ആരംഭിക്കും. അതിനു മുമ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇയാളെ ചോദ്യം ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും ഇയാളെ കോടതിയിലേക്ക് ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകും. സുനിൽ, ഈ ഘട്ടത്തിൽ ചോദിക്കേണ്ടത്, അതായത് ഈ ഗോവിന്ദച്ചാമി കിണറ്റിൽ ഉണ്ട് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണ് പോലീസിന് ഇയാളെ കണ്ടെത്താൻ സാധിച്ചത്? അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജീവ് മാക്കുറ്റി അടക്കമുള്ള ആളുകൾ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് റിജീവ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അതായത് ഇയാളെ ഈ പ്രദേശത്ത് കണ്ടു എന്ന് അറിഞ്ഞതിലൂടെ തുടർന്ന് ഈ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടു. 100 കണക്കിന് മനുഷ്യരാണ് പോലീസിനൊപ്പം ഇവരെ തെരഞ്ഞ് ഈ പ്രദേശത്ത് കൂടി ഇറങ്ങി പുറപ്പെടുന്നത്. അതായത് ഈ കണ്ണൂർ DCC ഓഫീസിന്റെ നേരെ മുൻഭാഗത്തായി കുറേ കാട് കയറിയ സ്ഥലം കിടപ്പുണ്ട്. അതായത് ഏതൊക്കെയോ കാലഘട്ടത്തിൽ ആരൊക്കെയോ വാങ്ങിയിട്ട സ്ഥലങ്ങളാണ്. അതൊക്കെ വലിയ കാട് കയറി കിടക്കുകയാണ്. പക്ഷെ കണ്ണൂർ നഗരത്തിൽ ഇത്രയധികം കാട് കയറിയ സ്ഥലമുണ്ടെന്ന് മറ്റുള്ള ആൾക്കും അറിയുക പോലും ഉണ്ടാവില്ല. അതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന നിർമ്മാണം പൂർത്തിയായതും അല്ലാത്തതുമായ കെട്ടിടങ്ങൾ ഒക്കെ ഈ കാട് പിടിച്ച കെട്ടിടത്തിനകത്തുണ്ട്. അതിനുള്ളിലേക്കാണ് ഇയാൾ ഓടിക്കയറുന്ന ഒരു ഏകദേശ ധാരണ പോലീസിന് ലഭിച്ചിരുന്നു. അതായത് ഈ 9:15 ഇയാളെ ഈ DCC ഓഫീസിന് സമീപത്ത് DCC ഓഫീസിനും മഹാഹൗസിന്റെ ആശുപത്രിക്കും ഇടയ്ക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വെച്ച് കാണുകയും അതിന്റെ CCTV ദൃശ്യങ്ങളിൽ കണ്ട ആൾ ഗോവിന്ദച്ചാമി തന്നെയെന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുകയും ചെയ്തതാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുന്നത്. അതായത് അതോടുകൂടി ഗോവിന്ദച്ചാമി നഗരം വിട്ട് പോയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. പിന്നെയുള്ളത് അയാൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഈ കാടിനകത്താണ്, അല്ലെങ്കിൽ ഈ കാടിനുള്ളിലെ ഏതെങ്കിലും ഒഴിഞ്ഞ കെട്ടിടത്തിനുള്ളിലാണ്. അതുകൊണ്ട് അവിടെ വെച്ച് അയാളെ കണ്ടെത്തുക, അവിടെ എവിടെയെങ്കിലും തിരയുക എന്നതാണ് നിലവിൽ പോലീസിന് മുന്നിലുണ്ടായിരുന്ന വഴി.